ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിന്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പണക്കണക്കുകൾ അല്ലെങ്കിൽ മണി മാത്ത് അല്ലെ. ഇതിന്റെ 1ാമത്തെ പാർട്ട് നമ്മൾ ഇട്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ? പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരയിട്ടിട്ട് അത് ഇങ്ങനെ എഴുതുന്നതിനെയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ശതമാനം, പെർസെൻറ്റേജിന്റെ മലയാളം എന്താ കുഞ്ഞുങ്ങളെ? ശതമാനം എന്നാണ് കേട്ടോ. ഇപ്പം നമ്മളോട് 5% നമ്മൾ മിക്ക കടകളിലും പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസിലും അതുപോലെ തന്നെ ഹോം അപ്ലയൻസിൻ്റെയൊക്കെ വലിയ വലിയ കടകളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളിടത്തെല്ലാം വെളിയിൽ എഴുതി വെച്ചേക്കുന്നതാണ്. 50%, മൊബൈലിന് 5% ഓഫറുണ്ട്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം 5% ഇളവുണ്ട്, പ്രത്യേകിച്ച് തുണികൾക്ക് അല്ലേ, ഡ്രസ്സൊക്കെ മേടിക്കുമ്പം 5 എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5/100 എന്നാണ്. ഇതറിയാമെങ്കിൽ നമുക്ക് ഏത് കണക്കും ചെയ്യാൻ പറ്റും കേട്ടോ. 1ാമത്തെ പാർട്ടി നമ്മൾ അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അതിൻ്റെ ആദ്യത്തെ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി നമ്മൾ 2ാമത്തെ ഇവിടെ ചെയ്തിട്ടേക്കുന്ന ഒരു കണക്ക് ഞാനെന്ത് എഴുതിയിട്ടുണ്ട്. കാരണം ഈ ചെയ്തിട്ടിരിക്കുന്നത് നമുക്കറിയണ്ടേ. എന്നിട്ട് നമുക്ക് എക്സർസൈസ് നോക്കാം കുഞ്ഞുങ്ങളെ. അത് ഞാൻ മലയാളത്തിൽ, കാരണം എല്ലാം ഞാൻ ഇംഗ്ലീഷിലും കൂടെ ആണ് നിങ്ങൾക്ക് എക്സർസൈസ് എല്ലാം ചെയ്തിട്ടേക്കുന്നത് കണ്ടോ. ഇത് ഞാനൊന്ന് എളുപ്പം പറയാം. അതായത് ഒരു ബാങ്കിൽ നിന്നും എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ഒരു ബാങ്കിൽ നിന്നും ഒരു കാർഷിക വായ്പ, ബാങ്കിൽ നിന്നും കാർഷിക വായ്പ കിട്ടും അഗ്രികൾച്ചർ ലോണുകളൊക്കെ കിട്ടും കേട്ടോ. വായ്പയായിട്ട് നമുക്ക് കിട്ടും. അത് 1 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങളെ നമ്മൾ വായ്പയായിട്ട് പൈസ എടുക്കുക ബാങ്കിൽ നിന്നും. അപ്പോൾ നമ്മൾ 1 വർഷം കഴിയുമ്പോൾ 6% പലിശ കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എത്ര ആണോ എടുക്കുന്നത്, 10,000 20,000 എത്രയോ ആയിക്കോട്ടെ, എത്ര ആണോ നമ്മൾ എടുക്കുന്നത്, ആ എടുക്കുന്ന എമൗണ്ടിൻ്റെ 6% പലിശ നമ്മൾ ആ ബാങ്കിൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 25,000 രൂപയാണ് നമ്മൾ വായ്പ എടുക്കുന്നതെങ്കിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബാങ്കിൽ, ഏതോ ആയിക്കോട്ടെ ഒരു ബാങ്കിൽ നിന്നും 25,000 രൂപയാണ് നമ്മൾ വായ്പ എടുക്കുന്നു എങ്കിൽ 1 വർഷം കഴിഞ്ഞ് നമ്മൾ എത്ര രൂപ കൊടുക്കണമെന്നാണ് കേട്ടോ. അതായത് അഗ്രികൾച്ചർ ലോണ് കേട്ടോ, വായ്പയായിട്ടോ ലോണായിട്ടോ എടുക്കാം. കാർഷിക വായ്പയായിട്ട് നമ്മൾ 25,000 രൂപയാണ് നമ്മൾ എടുത്തത്. മനസ്സിലാക്കണോ നിങ്ങളെ? നമ്മൾ ആ ബാങ്കിൽ ചെന്നിട്ട് എത്ര രൂപയാണ് എടുത്തത്? 25,000 രൂപയാണ്. അവർ പലിശ പറഞ്ഞല്ലേ, ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞത്? 6% അവിടുത്തെ പലിശ പറഞ്ഞത്. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശയാണ്. ഇത് നമുക്ക് എക്സർസൈസ് നമുക്ക് എല്ലാം നല്ലപോലെ ചെയ്യാം. ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് എളുപ്പമെന്ന് പറയുന്നത്. 25,000 രൂപയാണ് ബാങ്കിൽ ചെന്ന് എടുത്തത്. ബാങ്കുകാർ പറഞ്ഞ എന്താ, നിങ്ങൾ 6% പലിശയാണ് ഞങ്ങൾക്ക് തരേണ്ടത്. അപ്പം തന്നിരിക്കുന്ന എമൗണ്ട് എത്ര നിങ്ങൾ? 25,000 6% എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, 6%, 6% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 6/100 എന്നാണ് അല്ലേ. അപ്പം 6%/100. ഓരോ ടീച്ചർമാരും അല്ലെ ഓരോ സാറന്മാരും വ്യത്യസ്ത രീതിയിലാണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി പഠിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ പഠി അല്ലെ അങ്ങനെ പഠി, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇത് ഏത് രീതിയിലാണോ മനസ്സിലാവുന്നത് ആ രീതി പഠിച്ചാൽ മതി കേട്ടോ. അപ്പം എനിക്കിതൊരു എളുപ്പമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. 6% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 6/100 എന്നാണ്. തന്നിരിക്കുന്ന എമൗണ്ട് 25,000 എപ്പോഴും മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ താഴത്തെ 0നെ നമുക്ക് വെട്ടിക്കളയാം. അതായത് മേലിൽ 1 ആണെങ്കിൽ ഇവിടെ താഴെ 1, ഒന്ന് മേലിൽ വെട്ടിയെങ്കിൽ താഴെ 1 വെട്ടാം. ഇതൊക്കെ എളുപ്പ വഴിയല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടുന്ന് 1 0 വെട്ടി, ഇവിടെ 1 0 വെട്ടി. ഇനി ഇവിടെ വല്ലതും ഉണ്ടോ? ഏതെങ്കിലും 0 താഴെയും കൂടെ വെട്ടാൻ മേളി മാത്രമല്ല, ആ മേളിൽ തരുന്നത് താഴെയും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് വെട്ടാൻ പറ്റൂ. അപ്പം ഇവിടെ നോക്കിയാൽ മേളിൽ 2 0 താഴെ 2 0. ഇനിയും ഇവിടെ 1 0 ഉണ്ടെങ്കിൽ ഇവിടെ 1 0 ഉണ്ടല്ലേ, നമുക്ക് വെട്ടാൻ പറ്റിയിനി. അപ്പോൾ ഇവിടെ 2 ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ മേളിലും 2 വെട്ടി. അപ്പോൾ ഇനി എന്തോ ഉണ്ടോ കുഞ്ഞുങ്ങളെ? നോക്കിയേ, 250 ഒരു 6 ഇൻറ്റു അല്ലേ, ഒരു 6 ഉണ്ട് ബൈ 1നെ നമുക്ക് ചെയ്യണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എത്ര? 250 ഇൻറ്റു 6, 0 6 0 5 6 30 ശിഷ്ടം 3 2 6 12 12 3 15 കണ്ടോ. 1,500 നമുക്ക് അവിടെ കിട്ടിയത്. എത്ര കുഞ്ഞുങ്ങളെ? 1,500 എന്ന് പറയുന്നത് എന്താ? അവിടെ പലിശയാണ്. നിങ്ങൾ എപ്പോൾ ഈ പാഠം പഠിക്കുമ്പോഴും മുതലും പലിശയും കൂടെ, ചിലപ്പോൾ നമ്മൾ ഇത്ര എഴുതി വെച്ചിട്ട് ഇതേ ഉള്ളൂ തീർന്ന് എന്ന് കരുതി വിചാരിക്കില്ലേ എൻ്റെ പൊന്നുമക്കളെ. നമുക്കിപ്പോൾ കിട്ടിയത് പലിശയാണ്, ഇൻട്രസ്റ്റ് ആണ് കിട്ടിയത് കേട്ടോ. ഇൻട്രസ്റ്റ് മാത്രമാണോ നമുക്ക് അടയ്ക്കേണ്ടത്? ആണോ? അല്ലെങ്കിൽ ബാങ്കിൽ നമുക്ക് ഇത്രയാണ് പലിശ കൊടുക്കേണ്ടത്.
ബാങ്കിൽ നിന്ന് നമ്മൾ 25,000 രൂപ എടുത്തു. അത് നമുക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1,500 രൂപ പലിശയാണ് വന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇനി 25,000 എടുത്തുകൊണ്ട് പോന്നിട്ട് ഈ 1,500 രൂപ മാത്രം കൊണ്ടുവന്ന് അടച്ചാൽ മതിയോ? അല്ല, നമ്മൾ എടുത്ത മുതലും കൂടി അടയ്ക്കണം അല്ലേ? അപ്പം തിരിച്ചടയ്ക്കേണ്ട തുക അല്ലേ എങ്ങനെ എഴുതും? ഇത് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. തിരിച്ചടയ്ക്കേണ്ട തുക നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ? നമ്മൾ 25,000 രൂപയാണ് ബാങ്കിൽ നിന്നും എടുത്തത്. അതിൻ്റെ 1,500 രൂപയാണ് അതിൻ്റെ പലിശ വന്നത്. അപ്പം നമ്മൾ എത്ര അടയ്ക്കണം? 26,500 രൂപ നമ്മൾ എന്തടയ്ക്കണം? മുതലും പലിശയും കൂടി അടയ്ക്കണം. ഇതറിയാവുന്നവർക്ക് ഇനിയുള്ള കണക്ക് എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മളൊരു ബാങ്കിൽ പോയിട്ട് 25,000 രൂപ ഞാൻ കാർഷിക വായ്പ കൃഷിക്ക് വേണ്ടി ലോൺ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ബാങ്കുകാർ പറഞ്ഞ് എന്താ, നിങ്ങൾ ഒരു വർഷത്തേക്ക് 6% ഓക്കെ അതും പറഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപയാണ് പലിശ വന്നത്? 1,500 രൂപയാണ് നമുക്ക് പലിശ വന്നത്. അപ്പം നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ എന്താ, നമ്മൾ എടുത്തുകൊണ്ട് വന്ന 25,000 ഈ പലിശ 1,500 കൂടെ വേണം ഒരുമിച്ച് അടയ്ക്കാൻ. ഇപ്പം പിടികിട്ടിയോ? നമുക്ക് എക്സർസൈസ് ചെയ്യാം. നോക്കിക്കേ, അവിടെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ടെക്സ്റ്റൈൽസ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ കുഞ്ഞുങ്ങളെ. അവിടെ ഒരു ചേച്ചി വാതിക്കെ നിൽക്കുന്നതുണ്ടോ? എല്ലാ കടയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചേച്ചി നിൽപ്പില്ലേ? ഓക്കെ, നോക്കൂ കുഞ്ഞുങ്ങളെ, എല്ലാ വസ്ത്രങ്ങൾക്കും 25% വിലക്കുറവാണ്. ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ ഡ്രസ്സുകൾക്ക് എത്ര? 25% എന്തോ ഉണ്ട്, വിലക്കുറവുണ്ട്, മീൻസ് ഡിസ്കൗണ്ട് ഉണ്ട് എന്നാണ് കേട്ടോ. വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ ചോദ്യം. ശ്രീഷ പേര് നോക്കണേ നിങ്ങൾ, എല്ലാം വെറൈറ്റി പേരുകളാണ്. നിങ്ങൾ ഈ ഓരോ പേരും നോക്കണേ. ഞാൻ ഈ പേരൊന്നും സത്യത്തിൽ കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഈ പേരുണ്ടോ? ഒന്ന് പറയണേ കേട്ടോ. ശ്രീഷ വെറൈറ്റി പേരാണ്. ശ്രീഷ ഈ കടയിൽ നിന്നും, അവിടെ ഒരു കടയുടെ പടം കൊടുത്തിട്ടുണ്ട്, 3,500 രൂപയുടെ വസ്ത്രങ്ങളാണ് കുഞ്ഞുങ്ങളെ വാങ്ങിയത്. എത്ര? 3,500 അല്ലേ? നല്ല ഒരു ചുരിദാറോ ഒരു സാരിയുടെ ഉള്ളേ ഉള്ളൂ അല്ലേ? 3,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നു, ഏത് തുണി എടുത്താലും നിങ്ങൾക്ക് ഇവിടെ 25% വിലക്കുറവുണ്ട് അല്ലേ? അവിടെ മേളിൽ വലുതായിട്ട് അവരൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ശ്രീഷയാണ് ഈ കടയിൽ നിന്ന് 3,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിയത്. അവിടെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഏത് തുണി എടുത്താലും 25% വിലക്കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീഷ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഇതാണ് നമ്മുടെ ചോദ്യം. എന്താ നിങ്ങൾ ഇംഗ്ലീഷ്? 24% ഓഫ് ഡിസ്കൗണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് 2,500 റുപ്പീസ് ഫ്രം ദിസ് ഷോപ്പ്. ഹൗ മച്ച് ഷുഡ് ഷീ പേ? എത്ര രൂപ അവള് തിരിച്ച് കൊടുക്കണമെന്നാണ് ചോദിച്ചത്. തിരിച്ചല്ല, എത്ര രൂപ അപ്പോൾ ആ തുണിക്ക് കൊടുക്കണമെന്നാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റെപ്പ്, നമ്മുടെ വേർഡ് പ്രോബ്ലം തരുമ്പോൾ സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാൻ കേട്ടോ. കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള വേർഡ് പ്രോബ്ലം തരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതണം. ഇവിടെ ആരാ കുഞ്ഞുങ്ങളെ തുണി വാങ്ങിയത്? ശ്രീഷയാണ് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ എഴുതും? ശ്രീഷ, സ്പെല്ലിങ് നോക്കണേ. ശ്രീഷ ബോട്ട്, BOUGHT ബോട്ട് വാങ്ങിച്ചല്ലേ? എന്തോ ക്ലോത്താണ് വാങ്ങിച്ചത്. ക്ലോത്തിൻ്റെ വില അല്ലേ? ക്ലോത്ത് വർത്ത്. നമ്മുടെ ചോദ്യത്തിൽ അത് പറഞ്ഞതുകൊണ്ടാണ് അത്. ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് അല്ലെ? അത് നമുക്ക് ചുരുക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതാതിരിക്കരുത് കേട്ടോ. ഈ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. അപ്പോൾ ഇതെന്താ മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഇവിടെ നമുക്ക് അതുകൂടെ അങ്ങ് എഴുതാം. ശ്രീഷ കടയിൽ നിന്നും വാങ്ങിയ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സ്റ്റെപ്പ് എഴുതാം കേട്ടോ. കടയിൽ നിന്നും വാങ്ങിയ വസ്ത്രത്തിൻ്റെ, തുണി അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ വില, അവൾ എത്ര രൂപയുടെ ഇതാ കേട്ടോ. ഇതിനെ ചുരുക്കിയൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ എന്നെ എഴുതണമെന്നൊന്നുമില്ല, ചുരുക്കി എഴുതാം. എത്ര രൂപയ്ക്കാണ് നിങ്ങളെ വാങ്ങിയത്? 3,500 രൂപയ്ക്കാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, അവൾ എന്താ വാങ്ങിയത്? ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് 3,500 രൂപ കേട്ടോ. ഇനി അവർ പറയുന്നുണ്ട് എന്താണ്? വസ്ത്രത്തിൻ്റെ വില പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? വിലക്കുറവുണ്ട്. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അവിടെ വിലക്കുറവുണ്ട്. എത്ര വിലക്കുറവുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? 25% വിലക്കുറവുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ ഇതിനെ? നമുക്ക് 25% ഓഫ് 3,500 ഇങ്ങനെ വേണേൽ പറയാം. എന്ന് വെച്ചാൽ 3,500ൻ്റെ 25% നമുക്ക് കാണേണ്ടത് കേട്ടോ. എന്താ? 25% ഓഫ് 3,500, അതായത് 3,500ൻ്റെ 25% നമുക്കപ്പം കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ എഴുതിയാൽ മതി.
മനസ്സിലാക്കണേ, ഓരോ കണക്ക് മനസ്സിലാക്കണേ. അപ്പം ശ്രീഷയുടെ തുണി വാങ്ങിയത് 3500 രൂപയ്ക്കാണ്. ആ കടയിൽ എഴുതി വെച്ചിട്ടുണ്ട് 25% ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ ചെയ്യും, എങ്ങനെ എഴുതാൻ കുഞ്ഞുങ്ങളെ? നമ്മൾ ആ പറഞ്ഞ 25% എന്ന് വെച്ചാൽ എന്താ, 25/100 എന്നാണ്. ഇൻറ്റു ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ് കേട്ടോ, ഓഫ് 3500. ഇത് നല്ലപോലെ പഠിക്കണം. ഇനി ഇത് ഇപ്പുറത്ത് എഴുതിയാലും ഇനി അപ്പുറത്ത് എഴുതിയാട്ടെ 3500 ഇൻറ്റു 25/100 ഇങ്ങനെ എഴുതിയാലും ശരിയാ കേട്ടോ. ഇതിലെങ്ങനെ എഴുതിയാലും ശരിയാ. ഇവിടെ നോക്കിക്കേ, ഇത് മുകളിലും ഇത് താഴെയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു മുകളിലൊരു 0 വെട്ടിയ ഇത് ഒരു എളുപ്പ വഴിയാ കേട്ടോ. ഇങ്ങനെ ഓരോ സാറന്മാരും ഓരോ രീതി പഠിക്കാൻ കുഞ്ഞുങ്ങളെ. ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 3500 രൂപ എന്ന് പറയുന്നതിൽ എത്ര നൂറുകളുണ്ട്. അപ്പോൾ ആ 100 കട്ട് ചെയ്തിട്ടാണ് അവർ 35 × 20 വെച്ച് ചെയ്തേക്കുന്നത്. ഇനി അത് അങ്ങനെ മനസ്സിലാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. കാരണം 35,000 അല്ല 3500 രൂപയിൽ എത്ര നൂറുകളുണ്ട് അല്ലേ, അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് വേണേൽ അങ്ങനെയും ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ എളുപ്പ വഴിയാണ് കേട്ടോ. മേളിലൊരു 0 ഉണ്ട്, താഴെ ഒരു 0 കട്ട് ചെയ്യാം. മേളിൽ ഇനി ഒരു 0 കൂടെ ഉണ്ട്, അപ്പോൾ താഴെ ഇതും പോയി കുഞ്ഞുങ്ങളെ. ഇനി ബാക്കി എന്തേ ഉള്ളൂ, 25 × 35 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന എത്ര നോക്കിയാൽ മതി. നോക്കിയേ, 25 × 35. ഇത് ഞാൻ ഇച്ചിരി ഇതായിട്ട് മലയാളം ഇംഗ്ലീഷും ഉണ്ട്, ഇച്ചിരി ഇതായിട്ട് പറയുന്ന ഒന്ന് മനസ്സിലാക്കാനാ. കാരണം ഇതിലെ കണക്കുകളാണ് നമുക്ക് കൂടുതലും ഉള്ളത് കേട്ടോ. 5 5 എത്ര കുഞ്ഞുങ്ങളെ, 25 ആണ്. 2 5 10, 10ഉം 5 5 25, ശിഷ്ടം 2, 2 5 25 35 അല്ലേ, 35 25 അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങളെ, 5 5 25, ശിഷ്ടം 2, 2 5 10 2 12, 3 5 15, ശിഷ്ടം 1, 2 3 6 1 7, 5 5 2 7, 7 1 8. 875 രൂപയാണ് ഇവിടെ. എന്താ, 875 രൂപയാണ് ഇവിടെ കിട്ടിയത്. ചാടിക്കേറി പോകല്ലേ എൻ്റെ പൊന്നുമക്കളെ. 875 എന്ന് പറയുന്നത് എന്താണ്, 3500ൻ്റെ 25%. 3500ൻ്റെ 25%മാണ് 875. 875 രൂപ കൊടുത്താൽ മതിയോ നമ്മൾ ആ കടയിൽ? അല്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്നും, അതായത് ഒറിജിനൽ പ്രൈസ് എത്ര നോക്കുക, ഒറിജിനൽ പ്രൈസ് അതിൽ നിന്നും കേട്ടോ. ഒറിജിനൽ പ്രൈസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾക്ക് കൊടുക്കേണ്ട യഥാർത്ഥ വില അല്ലെ കൊടുക്കേണ്ട വില എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആണ് ഇനി കൊടുക്കേണ്ട വില, നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. കൊടുക്കേണ്ട, ഇനി നമ്മൾ എത്ര അപ്പം കൊടുക്കണം, കൊടുക്കേണ്ട വില = യഥാർത്ഥ വില എത്ര കുഞ്ഞുങ്ങളെ, 3500 രൂപയായിരുന്നു യഥാർത്ഥ വില. നമ്മളപ്പോൾ അതിൻ്റെ 25% കണ്ടുപിടിച്ചു. എത്ര, 875. അപ്പോൾ അത് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോഴേ എന്താണ്, കുറയ്ക്കാനാണ്. 0ൽ നിന്ന് 5 പോകത്തില്ല, തൊട്ടിപ്പുറത്തും 0 ആണ്. ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ എന്താ, നമ്മൾ 50 എടുക്കണം കേട്ടോ. 0ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റത്തില്ല, തൊട്ടിപ്പുറത്തും 0 കേട്ടോ. അപ്പോൾ അതിൽ നിന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ രണ്ടെണ്ണത്തിനെയും കൂടെ അങ്ങനെയൊക്കെ ആക്കി 50 ആയി കേട്ടോ. 50ൽ നിന്ന് 1 അങ്ങോട്ട് അങ്ങ് കൊടുക്കണം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. അപ്പോൾ ഇവിടെ എത്ര, 10 ആണ്. 10ൽ നിന്നും 5 പോയാൽ 5 ആണ്. കൺഫ്യൂഷൻ ആയോ? 0ൽ നിന്നും 5 കുറയ്ക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ തൊട്ടിപ്പുറത്ത് നോക്കി, അവിടെയും 0 എടുക്കാനില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് 5. അപ്പോൾ അങ്ങ് 50 ആയി അല്ലേ. 50ൽ നിന്നും 1 ആണ് നമ്മൾ അങ്ങോട്ട് കടം കൊടുത്തത്. അപ്പോൾ ഇവിടെ 49 ഉള്ളത് കേട്ടോ. അപ്പോൾ 9ൽ നിന്ന് 5 പോയാൽ എത്ര, 9ൽ നിന്ന് 5 പോയാൽ 2 ആണ്. പിന്നെ ഇവിടെ 4ൽ നിന്നും 8 പോകത്തില്ല. അപ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 1 ഇങ്ങോട്ട് കടമെടുത്തു, 14 ആയി. പിന്നെ ഇവിടെ എത്ര, 2 ഉള്ളൂ. ഈ കടമെടുക്കാനൊക്കെ പഠിക്കണേ കേട്ടോ. അപ്പോൾ എന്താ, ഇവിടെ 8 8 9 10 11 12 13 14 6 പിന്നെ ഈ 2 താത്തകി. ഇതാണ് 2625 രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇത് ഇച്ചിരി ഞാൻ ഇച്ചിരി നീട്ടി അങ്ങ് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കണക്ക് മനസ്സിലായെങ്കിലേ ഇനിയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി കാര്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ. ഒരു കടയിൽ ശ്രീഷ, ആ കടക്കാരൻ പറഞ്ഞു 25% ഓഫറുണ്ട്, സാധനത്തിൻ്റെ വില 3500. ഇനിയായാലും നിങ്ങൾ കടയിൽ പോകുമ്പോൾ ഓഫറുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഓർത്തോണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ ആ തന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ 25% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 875 ഇവിടെ കിട്ടിയത്. ആ കിട്ടിയത് നമ്മുടെ യഥാർത്ഥ വിലയിൽ നിന്നും, അതായത് നമ്മൾ ആ എടുത്ത തുണിയിൽ വിലയുണ്ടല്ലോ അല്ലേ, എടുത്ത തുണിയെ കിടക്കുന്ന ആ വിലയിൽ നിന്നും അത് കുറച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ആ ശ്രീഷയുടെ ഉടുപ്പിൻ്റെ വില കിട്ടി കേട്ടോ. ഞാൻ ഇച്ചിരി നീട്ടി പറഞ്ഞതാ. ഇനിയുള്ള കണക്ക് അതുകൊണ്ട് ഇച്ചിരി സ്പീഡ് നമുക്ക് പറയാം കേട്ടോ. നോക്കിയോ കുഞ്ഞുങ്ങളെ, ഇതും നോക്കിയേ. രണ്ടാമത്തെ പേര് നോക്കണം. ഇതിനകത്തിലെ പേരുകളെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഏഞ്ചലോ ടോമി ബോറോവിഡ്
ബോറോവിഡ് 45,000 കേട്ടോ, 45,000 rupees ഫ്രം എ ബാങ്ക്. ദ ഇൻട്രസ്റ്റ് ഈസ് 12%. ഹൗ മച്ച് യു ഷുഡ് ബി പേ ബാക്ക് ആഫ്റ്റർ 1 year? ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്നും 45,000 രൂപ കടമെടുത്തു കുഞ്ഞുങ്ങളെ. ബോറോവിഡ് കടമെടുത്തു. ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്നും 45,000 രൂപ കടമെടുത്തു. 12% പലിശ നിരക്കാണ് കേട്ടോ. എത്ര ശതമാനോ? 12% പലിശ നിരക്കാണ്. 1 വർഷം കഴിയുമ്പോൾ ഈ ഏഞ്ചലോ ടോമി, ആദ്യത്തെ പേരുണ്ടോ ശ്രീഷ, 2 ഏഞ്ചലോ ടോമി. എനിക്കൊരു ടോമി ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, കമൻറ്റ് എപ്പോഴും ഇടുന്നൊരു ടോമി മോനുണ്ട് കേട്ടോ, ഞാൻ മറന്നിട്ടില്ല കുഞ്ഞെ. അപ്പം നമ്മുടെ ടോമി, ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്ന് 45,000 രൂപ എന്താ കടമെടുത്തു. 12% പലിശ നിരക്കാ. 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാവും നോക്കൂ കുഞ്ഞുങ്ങളെ. അദ്ദേഹം ബോറോ ചെയ്ത എത്ര? ഏഞ്ചലോ ടോമി ബോറോവിഡ് എന്ന് വേണേൽ എഴുതാം. അതല്ലെങ്കിൽ ബോറോവിഡ് എന്താ എത്ര രൂപയാണ് കടമെടുത്തത്? ബോറോവിഡ് മണി എവിടെ നിന്നാ? ഫ്രം ബാങ്കിൽ നിന്നും. ഫ്രം ബാങ്കിൽ നിന്നും അല്ലേ? മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ എഴുതാം? ഈ പേര് വേണേ എഴുതാം, ഓപ്ഷനാണ്. അപ്പോൾ അത്രയും കൂടെ ഇതാവും. ബാങ്കിൽ നിന്നും കടമെടുത്തത് അല്ലേ? ബാങ്കിൽ നിന്നും ബോറോവിഡ് എന്ന് വെച്ചാൽ കടമെടുക്കാന്ന് കേട്ടോ. കടമെടുത്തത് എത്ര? കടമെടുത്ത തുക എത്ര കുഞ്ഞുങ്ങളെ? 45,000. 45 ഇട്ടിട്ട് 3 0 ഇടണം കേട്ടോ. 45,000 രൂപയാണ്. അവിടുത്തെ ഇൻട്രസ്റ്റ് എത്ര കുഞ്ഞുങ്ങളെ? ഇൻട്രസ്റ്റ് അവർ പറഞ്ഞ പലിശ എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പലിശ എത്ര? അത് രണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും കേട്ടോ. പലിശ എത്ര പറഞ്ഞത്? 12% പലിശ പറഞ്ഞത്. ഇനി നമുക്ക് എന്താ ഇങ്ങനൊരു കണക്ക് എപ്പോൾ തന്നാലും എന്താ നമുക്കതിൻ്റെ ഇത് പലിശ ഇൻട്രസ്റ്റ് അല്ലേ, എമൗണ്ടും പലിശയും കൂടെ ചെയ്യാൻ പഠിക്കണം. മുമ്പ് നമ്മൾ പറഞ്ഞാണല്ലോ 45,000 ഇൻറ്റു 12% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 12/100. നിങ്ങൾ ഏത് കണക്ക് വന്നാലും ഇങ്ങനെ അങ്ങ് ചെയ്യണം ആദ്യം കേട്ടോ. മേളിലൊരു 0 ഉണ്ട്, താഴെ ഒരു 0 ഉണ്ട്, താഴെ ഒരു 0 ഉണ്ട്, മേളിലുണ്ട്. അപ്പോൾ അത് ഇനി വെട്ടാൻ ഉള്ള ഏതാ? 450 ഇൻറ്റു 12. നോക്കിയേ, ഈ 0 അവിടെ വെച്ചിട്ട് 45 ഇൻറ്റു 12 നോക്കിയോ നിങ്ങളെ. എന്നിട്ട് പിന്നെ ആ 0 ഇട്ട് കൊടുക്കണം കേട്ടോ. 0 നമ്മളിവിടെ എടുത്തിട്ടില്ല. 2 5 10 ശിഷ്ടം 1, 2 4 8 1 9, 1 5 5 1 4 4 0 9 5 14 ശിഷ്ടം 1 ശിഷ്ടം 1 4 1 5. അപ്പം നമുക്ക് നോക്കിയേ 5 4 0 പിന്നെ ഇവിടെ ഒരു 0 നമ്മൾ ഇട്ടില്ലായിരുന്നു. 5,400 രൂപയാണ് നമുക്ക് പലിശ. എപ്പോൾ ചെയ്താലും പലിശ കണ്ടിട്ട് മുതലും പലിശയും കൂടെ ചെയ്യണേ. കൂട്ടാനാണെങ്കിൽ കൂട്ടണം, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കണം കേട്ടോ. ഇവിടെ കടമെടുത്തു. 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന്. നമ്മൾ ഒരു ബാങ്കിൽ നിന്നും കടമെടുത്തത് 45,000 രൂപയാണ്. അപ്പോൾ അതിൽ കുറവായിരിക്കും എപ്പോഴും കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടതല്ല. അതിൻ്റെ മുതലും പലിശയും കൂടെ കൂടുതലായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെയൊക്കെയും ചിന്തിച്ചോണേ. അപ്പോൾ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങൾ ഇവിടെ അടയ്ക്കേണ്ടി വരുന്നത്? ഡിപ്പോസിറ്റ് ചെയ്യേണ്ട എത്ര രൂപയായിരിക്കും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് 1 വർഷം കഴിയുമ്പോൾ അല്ലേ? ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഡിപ്പോസിറ്റഡ് എമൗണ്ട് എന്നാ ആഫ്റ്റർ, നമ്മുടെ ചോദ്യം അത് ആഫ്റ്റർ 1 year 1 വർഷം കഴിയുമ്പോൾ അല്ലേ? 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം അല്ലേ? കഴിയുമ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് അല്ലേ? നിക്ഷേപിക്കത്തോ ചോദിച്ചാൽ ഇവിടെ എത്ര രൂപ തിരിച്ചടയ്ക്കണം 1 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടത് നമ്മുടെ ചോദ്യത്തിലുണ്ട് ഇതെല്ലാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇനി അത് എങ്ങനെ എഴുതുമെന്ന് തപ്പി നടക്കണ്ട. അതെല്ലാം നമ്മുടെ ചോദ്യത്തിലുണ്ട്. 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 1 year കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മുടെ എത്ര രൂപ എടുത്തത്? 45,000 രൂപയാണ് നമ്മൾ എടുത്തത് അല്ലേ? എത്ര രൂപയാണ് നിങ്ങളിവിടെ പലിശ? ഇത് പലിശയാണ് അറിയണേ. പലിശ 5,400 രൂപയാണ് നമ്മളെന്താ ഇനി അടയ്ക്കേണ്ടത് കേട്ടോ. അങ്ങോട്ട് അടയ്ക്കേണ്ടതാണ്. ഈ കൂട്ടാനാണോ കുറയ്ക്കാനാണോ എന്നുള്ളൊരു ഡൗട്ടുള്ളവർ വല്ലതും ഉണ്ടോ നിങ്ങളെ? നമ്മൾ ഇപ്പോൾ 5,000 രൂപ ഒരു ബാങ്കിൽ ചെന്ന് അടച്ചാൽ 1 വർഷം കഴിയുമ്പോൾ 5,000-ൻ്റെ കൂടുതലായിരിക്കും. കാരണം മുതലും പലിശയും കൂടാണ് അങ്ങോട്ട് അടയ്ക്കേണ്ടത്. അപ്പം 0 0 4 5 5 10 ശിഷ്ടം 1 5 നോക്കി 50,400 രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം കേട്ടോ. 45,000 രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 വർഷം 12% പലിശയാണെങ്കിൽ നമ്മൾ 50,400 രൂപ തിരിച്ചടയ്ക്കണം കേട്ടോ. ഓക്കെ ആണോ? 3-ാമത്തെ ചോദ്യം. അടുത്ത പേര് നോക്കണേ നിങ്ങളെ.
മേഹുൽ ഓരോ മാസവും വരുമാനത്തിൻ്റെ 8% ചികിത്സാ സഹായ നിധിയിലോ, ചികിത്സയുടെ ഒരു സഹായ നിധി ഉണ്ട് കുഞ്ഞുങ്ങളെ, അതിലോട്ട് സംഭാവന കൊടുക്കുന്നുണ്ട്. ഈ മാസം മേഹുലിൻ്റെ വരുമാനം 75,000 രൂപയാണ്. അതിൽ എത്ര രൂപയാണ് സംഭാവനയായിട്ട് കൊടുക്കേണ്ടത്? മേഹുൽ കോൺട്രിബ്യൂട്ട് 8% ഓഫ് ഹീസ് ഏർണിംഗ് ഈച്ച് മന്ത് ഓഫ് മെഡിക്കൽ എയ്ഡ് ഫോർ ദ പുവർ. ഹിസ് ഇൻകം ദിസ് മന്ത് ഈസ് 75,000 റുപ്പീസ് അല്ലേ. ഹൗ മച്ച് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ ദിസ് മന്ത്? മേഹുൽ എല്ലാ മാസവും മേഹുൽ ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അതിൻ്റെ 8% അദ്ദേഹം ചികിത്സാ ചെലവിന് വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസം മേഹുലിന് 75,000 രൂപയാണ് ശമ്പളം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കും കുഞ്ഞുങ്ങളെ? ഇവിടെ നോക്കിയേ, മേഹുലിൻ്റെ ശമ്പളം എത്രയാണ്? മേഹുൽസിൻ്റെ സാലറി അല്ലേ, ശമ്പളം എന്ന് വെച്ചാൽ സാലറി എത്ര? മേഹുലിൻ്റെ ശമ്പളം അല്ലേ എത്രയാണെന്നാ പറഞ്ഞേ? 75,000 രൂപയുണ്ട് അല്ലയോ? 75,000 രൂപയുണ്ട് അല്ലേ നമ്മുടെ മേഹുലിന് ശമ്പളം. അദ്ദേഹം മെഡിക്കൽ എയ്ഡിന് വേണ്ടി എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ കേട്ടോ ചെയ്യുന്ന എത്ര രൂപയാണ് സംഭാവന കൊടുക്കുന്നത്? കോൺട്രിബ്യൂഷൻ ടു എന്തോത്തിനാണ്? മെഡിക്കൽ എയ്ഡ്, അതായത് ചികിത്സാ സഹായത്തിന് വേണ്ടി സഹായ നിധി അല്ലെ സംഭാവന. നിങ്ങൾ വേണേൽ ചുരുക്കിയൊക്കെ എഴുതി, ഇനി ഇത്ര എഴുതാം. നമ്മുടെ ടെസ്റ്റിലുണ്ട് കുഞ്ഞുങ്ങൾ, നമ്മുടെ ചോദ്യത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സംഭാവന കൊടുക്കുന്നത് 8% ആണ്. അത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോഴേ നമുക്കറിയാമല്ലേ എമൗണ്ടും ഉണ്ട് ഇതുകൊണ്ട്. അപ്പോൾ എന്താ 75,000 ഇൻറ്റു 8% എന്ന് കേട്ടാൽ ബൈ 100. എല്ലാം താഴെയും 0 ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഒരു 0 മേളിലൊരു 0, താഴെ ഒരു 0 മേളിലൊരു 0. ഇനി എന്താ ഉണ്ടോ നിങ്ങളെ? 750 ഇൻറ്റു 8. 750നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 0 ഇൻറ്റു 8 0, 5 8 40, ശിഷ്ടം 4, 7 8 56, 56 4 60 അല്ലേ, 60. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 6,000 ആണ് അവിടെ നമുക്ക് പലിശ വന്നത്. നോക്കണേ, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് പലിശ കേട്ടോ. പലിശയാണ് 8% അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? അദ്ദേഹം മെഡിക്കൽ എയ്ഡിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പം നമുക്ക് അത് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ആ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളവും അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്ന പെർസെൻറ്റേജും രണ്ടും കൂടെ അല്ല കൊടുത്തത്. അദ്ദേഹത്തിന് എന്താ പറഞ്ഞത്? ഈ ചോദ്യം നല്ലപോലെ നോക്കണം കുഞ്ഞില്ലേ. ഈ മാസം മേഹുലിൻ്റെ വരുമാനം 75,000 രൂപയാണ്. അതിൽ എത്ര രൂപയാണ് സംഭാവനയായിട്ട് കൊടുത്തതെന്നാ? 8% ഓരോ മാസവും കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ മാസത്തിൻ്റെ 8% എന്ന് പറയുന്നത് 6,000 രൂപയാണ്. അദ്ദേഹം അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശമ്പളം അതിൽ കിടപ്പുണ്ട്, പലിശ മാത്രമേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണേ കേട്ടോ. മേഹുലിന് 8% ശമ്പളത്തിൻ്റെ 8%, അതായത് ശതമാനം എത്ര ആണോ അത് മാത്രമേ അദ്ദേഹം ആ മെഡിക്കൽ എയ്ഡിലോട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ചികിത്സാ സഹായത്തിന് കൊടുക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുക്കുന്നില്ല, പലിശ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പലിശയായിട്ട് അദ്ദേഹത്തിന് ആ മാസം 6,000 രൂപ കിട്ടി. അപ്പോൾ 6,000 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ ആണേ. അടുത്തത് യൂജിൽ. നോക്കി, ആ പേരെങ്ങനെയുണ്ട്? യൂജിൽ എല്ലാ മാസവും വരുമാനത്തിൻ്റെ 15% മിച്ചം വെക്കുന്നുണ്ട് കേട്ടോ. യൂജില് എല്ലാ മാസവും വരുമാനത്തിൻ്റെ ഒരു 15% മിച്ചം വെക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ഈ യൂജിനിൻ്റെ ജനുവരി മാസത്തെ വരുമാനം നോക്കിയേ, 64,000 രൂപയാണ്. അതിൽ എത്ര രൂപയായിരിക്കും അദ്ദേഹം മിച്ചം വെച്ചത്? യൂജിൻ സേവ് 15% ഓഫ് ഹിസ് ഇൻകം ഈച്ച് മന്ത്. ഹിസ് ഇൻകം ഈസ് ജനുവരി വാസ് 64,000 റുപ്പീസ്. ഹൗ മച്ച് ഡിഡ് സേവ് ദീസ് മന്ത്? ചോദ്യം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിയേ, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ആരുടെയാ? നമ്മുടെ ഏഞ്ചലോയുടെയും ഒക്കെ കാര്യം പറയും. പേരെല്ലാം നോക്കിയേ, നിങ്ങൾ കണ്ടായിരുന്നോ പേരൊക്കെ? ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, യൂജിൻ അല്ലേ. ഇവിടെ നോക്കിയേ, യൂജിൻ, EUGENE. യൂജിൻ്റെ സാലറി എത്ര കുഞ്ഞുങ്ങളെ ഇവിടെ പറയുന്നത്? യൂജിൻ്റെ ശമ്പളം. നിങ്ങൾ ഈ മലയാളം നോക്കണേ. യൂജിൻ്റെ ശമ്പളം എത്ര രൂപയായിരുന്നു ശമ്പളം അദ്ദേഹത്തിന്? എത്ര രൂപ കുഞ്ഞുങ്ങളെ? 64,000 രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളമുള്ളത്. ഇനി അദ്ദേഹം സേവ് ചെയ്യുന്നു അല്ലേ. സേവിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ വരുമാനം രൂപയാണ്. അതിൽ എത്ര രൂപ മിച്ചം? ഇവിടെ സേവിങ്സ് എന്ന് വെച്ചാൽ സമ്പാദ്യമല്ല, അദ്ദേഹം മിച്ചം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സേവിങ്സ് എന്ന് വെച്ചാൽ സമ്പാദ്യമാണ്. ഇവിടെ അദ്ദേഹം മിച്ചം വെക്കുന്ന എത്ര എന്നാണ് പറഞ്ഞത്? 15% എടുത്ത് അദ്ദേഹം എല്ലാ മാസവും മിച്ചം വെക്കാറുണ്ട് കേട്ടോ. യൂജിൻ്റെ ശമ്പളം 64,000 അദ്ദേഹം സേവിങ്സ് എന്ന് വെച്ചാൽ സമ്പാദ്യം എന്നാണ് നിങ്ങളെ. ഇവിടെ നമുക്ക് മിച്ചം അദ്ദേഹം എത്ര? രണ്ടും ഒന്ന് തന്നെ. മിച്ചം വെക്കുന്നത് 15%. ഇങ്ങനൊന്ന് കാണുമ്പോഴേ നമുക്കറിയാം എന്താ? അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനെ
അല്ലേ, ഇൻറ്റു 15% അല്ലെ ശതമാനം എന്ന് വെച്ചാൽ 100 മേളിലൊരു 0 താഴെ ഒരു 0, മേളിലൊരു 0 താഴെ ഒരു 0. ഇനി എന്തുകൊണ്ട് 640 ഇൻറ്റു 15. 640 നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം 0 അവിടെ കിടക്കട്ടെ, ലാസ്റ്റ് ഇടാം. അപ്പോൾ 64 ഇൻറ്റു 15. 5 4 20, ശിഷ്ടം 2, 6 5 32, 32, 1 4 4, 1 6 6, 0 6 6 3 9. നോക്കൂ നിങ്ങളിവിടെ 9 6 0, ഇവിടെ ഒരു 0 നമ്മൾ ഇവിടെ എടുത്തില്ലായിരുന്നു, ആ 0 ഇട്ട് കൊടുത്തു. നോക്കിയേ, 9600 രൂപയാണ് അദ്ദേഹം ഒരു മാസം സേവ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? 64,000 രൂപ കിട്ടുന്നതിൽ 9600 രൂപയാണ് അദ്ദേഹം ഈ മാസം സേവ് ചെയ്തത്. സേവിങ് ഓഫ് ദിസ് മന്ത്, ഈ മാസം, ദിസ് മന്ത് എന്ന് വെച്ചാൽ ഈ മാസം അദ്ദേഹം ഈ മാസത്തെ സമ്പാദ്യം എങ്ങനെ പറഞ്ഞാലുണ്ട്, അതിൽ എത്ര രൂപ മിച്ചം വയ്ക്കും, അല്ലെങ്കിൽ മിച്ചം വെച്ച അങ്ങനെ പറഞ്ഞാലും മതി. മിച്ചം വെച്ച ഈ മാസത്തെ മിച്ചം വെച്ചതെന്നോ മിച്ചം തുക അങ്ങനെ പറയും, എങ്ങനെ പറഞ്ഞാലും ശരിയാ കേട്ടോ. അത് വെച്ചാൽ നമ്മുടെ ചോദ്യത്തിലുണ്ടേ ഇതിൽ എത്ര രൂപയാണ് നമുക്ക് മിച്ചം വെക്കാൻ പറ്റും, അപ്പം മിച്ചം വെച്ച തുകയെന്നോ കേട്ടോ, എന്താ ഈ മാസം സമ്പാദിച്ച തുകയെന്നോ ഒക്കെ വേണേ പറയാം. എത്ര കുഞ്ഞുങ്ങളെ? 9600 രൂപ. നിങ്ങൾ ഒരു ചോദ്യം നല്ലപോലെ വായിച്ചു നോക്കണം. നമ്മൾ ആ പലിശ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതോ മുതലും പലിശ? ഒരു ബാങ്കിൽ ചെന്നെടുക്കുവാണെങ്കിൽ നമുക്ക് മുതലും പലിശയെ അടയ്ക്കണം കേട്ടോ. ഇവിടെ ഇപ്പം യൂജിലായാലും അതിന് മുമ്പേ പറഞ്ഞ ആരായിരുന്നു, നമ്മുടെ മേഹുലായാലും ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം അടയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് മാത്രം മതി കേട്ടോ. അതുകൊണ്ട് ചോദ്യം വായിച്ചു നോക്കണേ. 5ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ, ഒരു ടെലിവിഷൻ്റെ ചോദ്യമാണ് കേട്ടോ. ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ, TV ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലെ അടുത്ത മാസം മുതൽ, ഈ മാസമല്ല അടുത്ത മാസം മുതൽ 5% വില കുറയാൻ തീരുമാനിച്ചു. ഈ മാസത്തെ വില അത് തന്നെയാണ്, അടുത്ത മാസം മുതൽ അവർ 5% കുറയ്ക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ 45,000 രൂപ വിലയുള്ള ടെലിവിഷന് അടുത്ത മാസം എത്ര രൂപ വില കൊടുക്കും? അപ്പം നമുക്ക് TVയുടെ വില എത്ര എന്നാണ് പറഞ്ഞത്? കോസ്റ്റ് ഓഫ് TVയുടെ വില എത്ര കുഞ്ഞുങ്ങളെ? ടിവിയുടെ വില ഇവിടെ പറഞ്ഞു എത്ര കുഞ്ഞുങ്ങളെ? TVയുടെ വില 45,000 രൂപയുടെ TV ആണ് അല്ലേ. അപ്പം എത്ര രൂപയാണ് കുറയ്ക്കാൻ കുറയ്ക്കുക എന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യുക കേട്ടോ. റെഡ്യൂസ്ഡ് DUCED, റെഡ്യൂസ്ഡ് പ്രൈസ് എന്നോ എമൗണ്ട് എന്നോ പറയാം. റെഡ്യൂസ് ചെയ്ത വില എന്ന് വെച്ചാൽ കുറച്ച വില അല്ലേ. ഇവിടെ കുറച്ച വില എത്ര ശതമാനം കുഞ്ഞുങ്ങളെ? 5% കുറയ്ക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയ എമൗണ്ടും ഉണ്ട് പലിശയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ അത് കണ്ടുപിടിക്കണം. എത്ര റെഡ്യൂസ് ചെയ്ത് എത്ര? ഒന്നുകിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പം മുമ്പ് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലേ 5% ഓഫ് എത്ര? 45,000. എല്ലാ കണക്കിനും വേണേൽ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് എഴുതാം കേട്ടോ. 5% എന്ന് വെച്ചാൽ 5/100 ആണ്. ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കിയേ, മേളിലൊരു 0 താഴെ ഒരു 0, മേളിലൊരു 0 താഴെ ഒരു 0. ഇനിയും വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ 5 × 450 ഇവിടെ വരുന്നത് കണ്ടോ. എങ്ങനെ വേണമെങ്കിലും ഇത് ഇപ്പുറത്തിട്ടും അപ്പുറത്തിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി മറ്റൊരു സാറ് സ്കൂളിൽ ഇനി ഇപ്പുറത്തായിടുന്നുകൊണ്ട് അയ്യോ അത് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ. ഇത് വേണേൽ നമുക്ക് ഇതുവരെ ചെയ്തപോലെ ഇപ്പുറത്തിട്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതായത് 45,000 ഇൻറ്റു 5/100 ഇങ്ങനെ എഴുതിയാലും ശരിയാ, ഇങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇനി അതുകൊണ്ട് ഡൗട്ട് അടിക്കണ്ട. മുകളിൽ തരുന്ന 0 എത്ര ഉണ്ടോ അത് താഴെ വെട്ടുക. ബാക്കി ഏതാ? 450 ഇൻറ്റു 5, 450 ഇൻറ്റു 5, 0 5 0, 5 5 25, ശിഷ്ടം 2, 4 22, 22. എത്ര വരും കുഞ്ഞുങ്ങളെ? 2250 നമുക്ക് എന്ത് വന്നത്? ഇതിൻ്റെ TVയുടെ വില ഏതാ? എത്ര ശതമാനം? 5% പറഞ്ഞത് 2250. ഇനി മേടിക്കാൻ ചെല്ലുമ്പോഴോ ഈ വില മാത്രം കൊടുത്താൽ മതിയോ? അല്ല, അതിൻ്റെ യഥാർത്ഥ വില എത്ര? 45,000-ൽ നിന്ന് 2250 രൂപ റെഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ കുറയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ അറിയാം? 45,000-ൽ നിന്നും 2250 രൂപ റെഡ്യൂസ്. നിങ്ങൾ ഈ 0-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് കുറയ്ക്കണം കേട്ടോ. മിക്കവാറും അത് തെറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഒരു ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, TV ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ അടുത്ത മാസം മുതൽ 5% കുറവുണ്ടെന്ന്.
5% കുറവുണ്ട്. അപ്പോൾ നമ്മൾ ടി വിയുടെ വില 45,000 കുറയ്ക്കാൻ പോകുന്നത് 5%. നമ്മൾ ഇതുവരെയുള്ള ചെയ്ത കണക്കെല്ലാം ഒരുപോലെയാണ്. തന്നിരിക്കുന്ന എമൗണ്ടിനെ പെർസെൻറ്റേജ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വെട്ടി ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ ഈ 2250 ഇവിടെ കിട്ടിയത്. മനസ്സിലായോ? ആ 2250 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആണ് അല്ലേ, സോറി ഇൻട്രസ്റ്റ് ആണ്. പെർസെൻറ്റേജ് എന്നാണ് എപ്പോഴും ഞാൻ പറയുന്നത്. പെർസെൻറ്റേജ് വെച്ചത് തന്നെ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. 2250 രൂപ 50 രൂപയാണ് നമുക്ക് എന്താ അവിടെ റെഡ്യൂസ് ചെയ്ത വില. അപ്പോൾ ആ 2250 രൂപ കൊടുത്താൽ മതിയോ? അല്ല, യഥാർത്ഥ വിലയിൽ നിന്നും ഇപ്പോഴുള്ള വില എത്രയാണോ അതിൽ നിന്നുമാണ് 5% എന്ത് കുറയ്ക്കുന്നത് കേട്ടോ. 0-ൽ നിന്ന് 0 പോയാൽ 0 നോക്കൂ നിങ്ങളെ, തൊട്ടിപ്പുറത്ത് 0 0-ൽ നിന്ന് 5 പോവുമോ? മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 2 സംഖ്യ അപ്പോൾ എടുക്കുക. അപ്പോൾ അതിൽ നിന്നാണ് 1 ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 50-ൽ നിന്ന് 1 അങ്ങോട്ട് പോയാൽ പിന്നെ എത്ര? 49 കേട്ടോ. 10-ൽ നിന്നും 5 പോയാൽ 5. നല്ലപോലെ അറിയണേ. 9-ൽ നിന്നും 2 പോയാൽ 7. 4-ൽ നിന്നും 2 പോയാൽ 2. ഈ 4 ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ കണ്ടോ. 42,750 രൂപയാണ്. 42,750 രൂപ. 45,000 രൂപയാണ് ഈ മാസത്തെ ഈ പ്രാവശ്യത്തെ ടി വിയുടെ വില അല്ലേ. അടുത്ത മാസം ആകുമ്പോൾ നമുക്ക് അതിനെന്താ 42,750 രൂപ മാത്രം കൊടുത്താൽ മതി. അത് ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോടുണ്ടോ നിങ്ങളെ. കാറ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിൽ അടുത്ത മാസം മുതൽ 2% വരെ വില കൂടാൻ തീരുമാനിച്ചു. മറ്റേത് ടി വിയുടെ വില കുറയാനാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, കാറ് കമ്പനിക്കാർ പറഞ്ഞു ഞങ്ങൾ 2% മുതൽ വില കൂട്ടാൻ പോവുകയാണ്. ഇപ്പോൾ 5,60,000 രൂപ വിലയുള്ളൊരു കാറിന് അപ്പോൾ നമ്മൾ അടുത്ത മാസം എന്തു കൊടുക്കുമെന്ന്. മുമ്പ് ചെയ്ത അതുപോലത്തെ അല്ലേ കുഞ്ഞുങ്ങളെ. എന്താ മറ്റേ കോസ്റ്റ് ഓഫ് ടി വിയുടെ വില, ഇവിടെ കോസ്റ്റ് ഓഫ് കാറിൻ്റെ വില അല്ലേ. ഇവിടെ കാറ് എന്താ കാറിൻ്റെ വില, കാറിൻ്റെ ഇപ്പോഴത്തെ വില എന്താ കുഞ്ഞുങ്ങളെ? കാറിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 5,60,000. നിങ്ങൾ ഈ 0 നല്ലപോലെ നോക്കണേ. 5,60,000 രൂപയാണ് അല്ലേ. അത് എത്ര രൂപയായിട്ടാണ് നോക്കിയേ കൂടാൻ തുടങ്ങിയത്? കൂടുക എന്ന് വെച്ചാൽ ഇൻക്രീസ് അല്ലേ. ഇൻക്രീസ് ദ പ്രൈസ്. മറ്റേതെന്താ കുറയുമായിരുന്നു, റെഡ്യൂസ് അല്ലെ ഡിക്രീസ് അല്ലേ. റെഡ്യൂസ് ദ പ്രൈസ് ആണ് ടി വിയുടെ. പക്ഷേ ഇതെന്താ നിങ്ങൾ ഇൻക്രീസ് ആണ് കേട്ടോ, കൂടുകയാണ്. ഇൻക്രീസ് ദ പ്രൈസ് എന്ന് വെച്ചാൽ എന്താ വില കൂടുതൽ അല്ലേ. വില കൂടുതലാണ്. എത്ര രൂപ വില കൂടുതൽ? എത്ര രൂപയുടെ വില കൂടുതലാണ്? 2% അല്ലേ, സോറി 2% വില കൂടുതലാണ് കേട്ടോ. വില കൂടുതൽ എത്ര? 2%. ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ എന്തോ എഴുതണം? എല്ലാം ഇത് തന്നെയല്ലേ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത് നോക്കിയേ. പക്ഷേ അടുത്ത സ്റ്റെപ്പാണ് എന്താണെന്ന് ഓർക്കേണ്ടത് കേട്ടോ. 2%. അപ്പോൾ നമ്മൾ മേളിലൊരു 0 താഴെ ഒരു 0, മേളിലൊരു 0 താഴെ ഒരു 0. ഇനി വെട്ടാവുന്നില്ല, വെട്ടണ്ട. 5,6,0,0 ഇൻറ്റു 2 കേട്ടോ. അപ്പോൾ 0 മാറ്റിയിട്ട് 56 ഇൻറ്റു 2, 6 2 12, ശിഷ്ടം 1, 2 5 10 11 കേട്ടോ. ആ 0 പിന്നെ ഇട്ടാൽ മതി. 56 ഇൻറ്റു 2 1 1 2, പിന്നെ ഈ 2 0 കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ ഇനി 1 10 100 1000 11,200 രൂപയും കൂടെ എന്ത് ചെയ്യണം? 11,200 രൂപ അധികമാണ് കേട്ടോ. 11,200 രൂപ എന്താണ്? 2%. ഈ 5,60,000 രൂപയുടെ കാറിന് അടുത്ത മാസം 2% കൂടെ കൂടുമെന്ന്. അപ്പം നമ്മൾ ശതമാനം കണ്ടു. 11,200 രൂപയും കൂടെ അടുത്ത പ്രാവശ്യം കൂടുമെന്ന്, അടുത്ത മാസം അല്ലേ. ടി വിക്ക് പക്ഷേ കുറയുമായിരുന്നു അല്ലേ, കാറിന് പക്ഷേ കൂടുകയാണ്. അപ്പം എന്തോ ചെയ്യണം? യഥാർത്ഥ വില എത്ര കുഞ്ഞുങ്ങളെ? എൻ്റെ കാറിൻ്റെ കോസ്റ്റ് ഓഫ് കാർ ഇൻ ദ നെക്സ്റ്റ് മന്ത് അല്ലേ. കോസ്റ്റ് ഓഫ് കാറ് ഇൻ ദി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം എത്ര ആണെന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് മന്ത് അല്ലേ. കാർ അടുത്ത മാസത്തെ വില അതിൻ്റെ തൊട്ട് താഴെ കാറിൻ്റെ അടുത്ത മാസത്തെ വില എത്രയാണ്? യഥാർത്ഥ വില 5,60,000 രൂപയായിരുന്നു കുഞ്ഞുങ്ങളെ അതിൻ്റെ യഥാർത്ഥ വില. അതിൻ്റെ 2% കൂടുതലാണ്. 2% എത്ര? 11,200 കേട്ടോ. അത്രയും കൂടെ കൂടുകയാണ്. കൂടുക എന്ന് കേൾക്കുമ്പോൾ 0 0 2 1 7 5 5,71,200 രൂപയുടെ നമ്മൾ അടുത്ത മാസം മേടിക്കുമ്പോൾ കൊടുക്കണം കേട്ടോ. 5,60,000 രൂപയുള്ളൂ ഇപ്പോഴത്തെ വില
കേട്ടോ. അടുത്ത മാസം ആകുമ്പോൾ അതിൻ്റെ 2% കൂടെ കൂടുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ 11,200 രൂപയും കൂടെ അധികം കൊടുക്കണമെന്ന്. ഇത് മനസ്സിലാക്കി വേണേ എൻ്റെ പൊന്നു മക്കളെ ചെയ്യാൻ കേട്ടോ. ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത്. ചോദ്യം നല്ലപോലെ എല്ലാം ഞാൻ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കി എഴുതിയെടുക്കണം കേട്ടോ. നമ്മളപ്പോൾ ആ എക്സർസൈസ് 6 എഴുതി കഴിഞ്ഞിട്ടുണ്ട്. എഴുതി എടുത്തിട്ട് പറയണേ, എന്നിട്ട് ഞാൻ അടുത്തിടാം കേട്ടോ. മനസ്സിലാകുന്നെങ്കിൽ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ കേട്ടോ. താങ്ക് യു.